മനസ്സിലാക്കണം. ഇപ്പൊ കുറച്ചു മുമ്പ് ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് കയറിപ്പോയി. അവർ ഈ രേഖ ചോദിച്ചപ്പോൾ എന്താണ് PSCയുടെ ചെയർമാൻ ചെയ്തത്? PSCയുടെ ചെയർമാൻ ഭരണഘടനാപരമായി നമുക്കറിയാം, PSCയുടെ സെക്രട്ടറിയാണ് ഭരണഘടനാപരമായി ഇതിനകത്തിരിക്കുന്ന മുഴുവൻ പേപ്പറുകളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ആ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന PSCയുടെ സെക്രട്ടറിയെ മാറ്റി നിർത്തിക്കൊണ്ട് PSCയുടെ ചെയർമാൻ ഇഷ്ടമുള്ള ഒരു 7 പേരെ വെച്ചുകൊണ്ട് ഒരു അടുക്കള കമ്മിറ്റി തുടങ്ങിയിരിക്കുകയാണ്. ആ അടുക്കള കമ്മിറ്റിയാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. ഈ വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ കടലാസ് കൊടുക്കാൻ പറയുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് ഈ അടുക്കള കമ്മിറ്റി തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ഞങ്ങൾ ഇന്നലെ വരെ PSCയുടെ ചെയർമാന്റെ രാജി, ഇത്രയും വലിയ കഴിവുകെട്ട ഒരു കള്ളനെ ഇവിടെ കണ്ടിട്ടില്ല. ഈ പറയുന്ന ആസൂത്രണ ബോർഡിന്റെ നിയമനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ് സ്വയം കുറ്റസമ്മതം നടത്തിയ ചെയർമാനാണ്. നാണമില്ലാതെ രാജിവെക്കാതെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ രാജിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യമെങ്കിൽ ഇന്ന് അതല്ല. അദ്ദേഹത്തിന്റെ രാജിയേക്കാൾ വലുത് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വിവരാവകാശ നിയമങ്ങൾ അത് പരിപാലിക്കപ്പെടണം, അത് സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരക്കടലാസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു PSCയുടെ ചെയർമാൻ പറയുന്നു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കെതിരെ പോരാട്ടം ആ നിയമ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ഒരു PSCയുടെ ചെയർമാൻ ഇറങ്ങി തിരിച്ചാൽ യൂത്ത് കോൺഗ്രസ് കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരും കരുതണ്ട. അങ്ങനെ വിവരാവകാശ കമ്മീഷൻ പറയുകയാണ് ഉത്തരക്കടലാസ് കൊടുക്കാൻ പറയുന്നു. അത് കേൾക്കാൻ തയ്യാറില്ലാത്ത ഈ PSCയുടെ ചെയർമാനെ ജയിലിലടയ്ക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ അവകാശം എന്ന് പറയുന്നത് എത്രയോ മനുഷ്യർ പോരാട്ടം നടത്തി നേടിയെടുത്തതാണ് ഈ അവകാശം. ആ അവകാശം എന്ന് പറയുന്നത് ഇതുപോലെ അഴിമതി വീരന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി, ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അധികാരമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് നമ്മളത് പ്രതിരോധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന PSC ചെയർമാൻ പറയുന്നത് പോലെ ഉത്തരക്കടലാസ് കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നാൽ ഇത് വലിയ ദോഷം ചെയ്യും ഭാവിയിൽ. കാരണം ഭാവിയിൽ ഇനി ഒരു കടലാസ് പോലും ഇതിൽ നിന്ന് പുറത്തു വരില്ല. ഇത് ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കും. അതുകൊണ്ടാണ് ശക്തമായി ഈ വിഷയത്തിൽ ഈ വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാൻ PSC ചെയർമാൻ കൂട്ടി നിൽക്കുമ്പോൾ ഒരു പോരാട്ടം നടത്താൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഉത്തരക്കടലാസ് കൊടുക്കാൻ എന്താണ് PSC ചെയർമാൻ ഇത്ര മടി? എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ നിങ്ങൾക്കുണ്ടോ?
എന്തെങ്കിലും മൂടി വെക്കാൻ PSC ചെയർമാൻ ഉണ്ടോ? ഇത് സുതാര്യമല്ലാത്ത ഇലക്ഷനാണോ അല്ലെങ്കിൽ ഈ പരീക്ഷയാണോ ഇതിനകത്ത് നടന്നത്? അങ്ങനെ ഒളിച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ പറയുന്ന ഉത്തരക്കടലാസ് കൊടുക്കാതിരിക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ ഉത്തരക്കടലാസ് ഉദ്യോഗാർത്ഥി ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാത്തടത്തോളം കാലം ഇതിനകത്ത് അഴിമതിയുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ വിവരാവകാശ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അത് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ആ നിയമം നടപ്പിലാക്കാനും ഞങ്ങൾക്കറിയാം. ഒരു തർക്കവും വേണ്ട. ഈ രാജ്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഇത് ഞങ്ങളുടെ മൗലികമായ അഭിമാന പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ സമാധാനപരമായിട്ടാണ് ഞങ്ങളുടെ സമരം നടത്തുന്നത്. ഈ ഉത്തരക്കടലാസ് മര്യാദയ്ക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ PSCയുടെ ചെയർമാൻ അവന് ഇഷ്ടമുള്ള ആളുകൾക്കെല്ലാം നിയമനം കൊടുത്തില്ലേ? അവൻ കഷ്ടപ്പെടുന്നവൻ ഉത്തരക്കടലാസ് മര്യാദ ഈ ചെയർമാൻ കാണിക്കണ്ടേ? അതുപോലും കാട്ടുന്നില്ല. ഇവിടെ കോലം കത്തിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടി സമരം നടത്തി നമ്മൾ പിരിഞ്ഞു പോകും, ഒരു തർക്കവുമില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഞങ്ങളെ ഇവിടേക്ക് വരുത്തരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. ഇനി ഒരിക്കൽ കൂടി ഇവിടേക്ക് വന്നാൽ ഉത്തരക്കടലാസും കൊണ്ട് മാത്രമേ യൂത്ത് കോൺഗ്രസ് ഇവിടെ നിന്ന് മടങ്ങുള്ളൂ എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതിന് കുടിൽ കെട്ടി സമരം നടത്തേണ്ടി വന്നാലും ശരി തന്നെയാണ്. ഇത് ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. അങ്ങനെ PSC ചെയർമാൻ ഒരു അധികാരവുമില്ല. ഈ അപേക്ഷകൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഉത്തരക്കടലാസ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനുള്ള ഒരു നിയമവുമില്ല. അപ്പോൾ ഇതിനകത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ PSC ചെയർമാനെ അടിയന്തരമായി ജയിലിലടക്കണമെന്നാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഒരു വിവരാവകാശ നിയമത്തെ മട്ടിമറിക്കാൻ ഒരു കുഞ്ഞു തമ്പുരാനെ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് കോലം കത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രതിഷേധം തുടരുകയാണ്. അതിനുശേഷം എല്ലാവരും സമാധാനപരമായി ഈ സമരത്തിൽ പങ്കെടുത്ത് പിരിഞ്ഞു പോകണമെന്ന് പറയുകയാണ്. 48 മണിക്കൂർ യൂത്ത് കോൺഗ്രസ് ഈ ചെയർമാന് സമയം കൊടുക്കുന്നു. 48 മണിക്കൂറിനകം ആ അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥിക്ക് ആ ചോദ്യപേപ്പർ ഉത്തരക്കടലാസ് കൊടുക്കില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. വീണ്ടും വന്നാൽ ഇവിടെ ഇരുന്നാൽ ആ ഉത്തരക്കടലാസുമായി മാത്രമേ ഞങ്ങൾ മടങ്ങൂ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്.